പ്രിയമുള്ള പ്രേക്ഷകരെ, ഗോൾഡൻ ഫുഡ് പ്രിൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോൺസിഞ്ഞോർ ജോർജ് ആലങ്കലച്ചൻ്റെ വിശേഷങ്ങൾ തുടരുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത്താൽ അച്ഛൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച്, വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്ന സമയമാണിത്. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് ചില പ്രോത്സാഹനങ്ങൾ കിട്ടിയ രംഗങ്ങളുണ്ട് മേജർ സെമിനാരിയിൽ നിന്ന്. അപ്പോൾ അതിനെ ആദ്യമേ സഹായിച്ചിട്ടുള്ളത് നമുക്ക് കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനായ ജോൺ കുന്നപ്പള്ളി അച്ഛൻ, വിശുദ്ധനായ ഒരു അധ്യാത്മികതാവായിരുന്നു. ഞങ്ങൾ ഫിലോസഫിയിൽ ഒത്തിരി ഗൈഡ് ലൈൻസ് തരുമ്പോൾ പുള്ളി പറയും, അമ്മയോട് പറയണം, അമ്മയോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ വീട്ടിൽ വരുമ്പം എൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, എടാ ഇപ്പോഴും മരണസമയത്തും പ്രാർത്ഥിക്കുന്ന ആരോടാണെന്ന് ചോദിച്ചു. ഞാൻ പറയും മാതാവിനോടാണ്. വേറെ ഏതെങ്കിലും വിശുദ്ധരോട് അങ്ങനെ പറയാറുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല. അപ്പം മാതാവ് പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് സമയമില്ലാത്തടത്ത് ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞപ്പം ഫിലോസഫി കഴിഞ്ഞ് ഞാൻ തിയോളജിയിലേക്ക് വെസ്റ്റീഷൻ, അന്നേരം വൈദിക വസ്ത്രമുണ്ട്, അപ്പം അത് ഇട്ടുകൊണ്ട് പിന്നെ പാസ്റ്ററിന് പല ഇടവുകളിൽ പോവും. ഇടവുകളിൽ പോകുമ്പോൾ അവിടെ അച്ഛന്മാർ പറയുന്ന ജോലികളൊക്കെ ചെയ്യുക, സഹായിക്കുക, ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ അങ്ങനെ ഒത്തിരി. അപ്പം അന്നേരം എൻ്റെ സ്പിരിച്വൽ ഫാദർ, ഇപ്പോഴത്തെ മുൻ ട്രിവാൻഡ്രം ആർച്ച് ബിഷപ്പ് സൂസേഫാക്യം പിതാവാണ് എൻ്റെ അധ്യാത്മിക പിതാവ്. അപ്പം പുള്ളി പറയുമ്പോഴും പറയും, എളിമ വൈദികർക്ക് വേണ്ടത് എളിമയാണ് മോനെ, എളിമ നമ്മൾ കിട്ടണം. അതിന് നമ്മൾ ദാഹിക്കുക, പ്രാർത്ഥിക്കുക, അതിന് അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മ പുൽത്തൊട്ടിയിലാണ് മകനെ കിടത്താൻ കിട്ടിയത്. എളിമയുടെ കൂടുതൽ കൊണ്ട് അല്ലേലെ വലിയ രാജാക്കന്മാരുടെ രാജാവാകുമെന്ന് പറഞ്ഞ് ഇതാണ് കിട്ടിയെന്ന് ചോദിച്ച് മാതാവിനെ തിരിച്ചടിക്കായിരുന്നു പറഞ്ഞു. അതൊന്നും മാതാവ് ചെയ്തില്ല കുരിശ കയറുന്ന മുമ്പ്. അപ്പോൾ എളിമ പഠിക്കണം, ഇത് ആവശ്യമാണ്. എളിമയ്ക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുക. വേറൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മുടെ അഹങ്കാരമൊക്കെ നമുക്കുണ്ടാകാൻ തോന്നാം, അതെല്ലാം നമ്മുടെ കഴിവല്ല. കാരണം ശ്വാസം എന്ന ദൈവം നമ്മുടെ ശ്വാസം തിരിച്ചെടുക്കും. പിന്നെ ജീവിതം എന്നുള്ളത് 3 അക്ഷരം, എല്ലാം 3 അക്ഷരമാണ്. ആ ജീവിതം നമ്മളെങ്ങനെയാക്കി തീർക്കുന്നുവോ അതിലെ നമ്മുടെ മഹത്വം മരണത്തിൽ കിട്ടുള്ളൂ. എങ്ങോട്ടാണ് നമ്മൾ ചാഞ്ഞ് നിൽക്കുന്നത് അങ്ങോട്ടേ നമ്മൾ വീഴുള്ളൂ. സത്യം. സ്വർഗത്തിലേക്ക് നമ്മൾ ചാഞ്ഞ് നിൽക്കണം, അവിടെ എത്തും. നരകത്തിലേക്കാണെന്ന രീതിയിൽ വലിയ അപകടത്തിലോ ആത്മഹത്യയിലോ ഇങ്ങനെയൊക്കെ അല്ലേ തീർന്നുകൊണ്ടിരിക്കുന്നു. വാഹനമോ എന്തെല്ലാം അപകടങ്ങൾ നടക്കുന്നു, ഇതിനെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഒരു വലിയ ദർശനം. ജീവിതം ദൈവം അറിഞ്ഞേ സംഭവിക്കുകയുള്ളൂ. അല്ല ജനനം മരണവും അറിഞ്ഞേ സംഭവിക്കുകയുള്ളൂ. ജീവിതം നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടി വിട്ടു തന്നിരിക്കുക, നമ്മളാക്കി തീർക്കുന്ന ജീവിതം. അതാണ് സൂസേഫാക്യം പിതാവ് പലപ്പോഴും ആത്മീയ ഉപദേശങ്ങൾ തരുമ്പോഴേ ഞാൻ പിതാവിനെ ഈയിടെ കാണാം. പിന്നീട് അത് എനിക്ക് ഒത്തിരി ബലമായിട്ട് തീർന്നിട്ടുണ്ട് ഈ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ. കാരണം അവരൊക്കെ ഒത്തിരി അറിവുണ്ട്. എന്നാൽ വളരെ സിമ്പിൾ മനുഷ്യനാണ് ഈ സൂസേഫാക്യം പിതാവ്, ട്രിവാൻഡ്രം ആർച്ച് ബിഷപ്പ്. അത് ഞാനിപ്പോഴും ഭാഗ്യമായിട്ട് കരുതുക, പുള്ളി എൻ്റെ സ്പിരിച്വൽ ഫാദറായിട്ട് വന്നതിൽ. അതുപോലെ പല സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട്, അതിൽ എടുത്തു പറയേണ്ടവരാണ് കുന്നപ്പള്ളി അച്ഛനും സൂസേഫാക്യം പിതാവും ഒക്കെ. അപ്പോൾ അവരുടെ ഗൈഡൻസ് എനിക്ക് ഒത്തിരി. അപ്പോൾ കഴിഞ്ഞ് ഞാൻ വികാരിയാകുന്നത് 1983 അപ്പം കാഞ്ഞിരത്തിനാലച്ഛൻ എന്നെ വികാരിയാക്കാതെ കൂടത്തിൽ ഒരു കൊല്ലം കൂടെ ഇരുത്തണം, 2 പേർക്ക് ഒന്നിച്ച് റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഭഗവതി പിതാവിനെ കാണാൻ പോയി. ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വികാരി നിയമിച്ചിട്ടുള്ള പേറ്റന്റ് കൊടുത്തു വിട്ടു. അതുകൊണ്ടുവന്നപ്പോൾ അച്ഛനും വലിയ സങ്കടമായി. ഞാൻ പോയി. അപ്പം ഒരു കാര്യം തന്നെ പറയും, ആ പുള്ളിയും വികാരിച്ചൻ പറയും, വികാരിച്ചന് ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അതാണേ 83 വയസ്സുണ്ടെങ്കിലും നേരത്തെ എണീക്കുക, പ്രാർത്ഥിക്കുക. എന്ത് ചെറുപ്പക്കാരെ കൊണ്ട് നടക്കുന്നില്ല. ഇത്രയും പ്രായം ചെന്ന അച്ഛനൊക്കെ അത് ചെയ്യുമ്പം അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. 83 വയസ്സുള്ള വികാരിച്ചൻ്റെ കൊടുത്തി 31 വയസ്സുള്ള ഞാൻ ചെന്നിരിക്കുക. അപ്പം പുള്ളിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും ഒരു പാടുമില്ല. ഈ ഭക്ഷണം പോലും കൂടെ പുള്ളി ഈ എടുത്തു തരും, ഇച്ചിരൂടെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ അങ്ങനെയൊക്കെ നിർബന്ധിച്ച് വരച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഞാൻ വികാരിയായി. പിന്നെ ആദ്യമേ എനിക്ക് കൽപ്പന തന്ന് പീരിമേട് പള്ളി, മുറിഞ്ഞപുഴ പള്ളിയും കൂടിയാണ്, 2 പള്ളി. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പം എനിക്ക് പിതാവ് ഇങ്ങനെ റൂമിന് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞായിരുന്നു എന്നോട്. അപ്പോൾ അറക്കലച്ചനോട് പറഞ്ഞു, ഈ തവണ ഇങ്ങേരെ വിളിക്കും, ഇങ്ങോട്ട് നാളെ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട്.
അപ്പം ഞാൻ റൂമിന് വിടുമായിരിക്കും. അത് ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞേക്കരുത്. ഇങ്ങയുടെ ഭാഗത്തിന് വേണ്ടാന്ന് പറയും. അപ്പം വേണ്ടാന്നൊന്നും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അറക്കലച്ചൻ ഇപ്പോഴത്തെ ബിഷപ്പ്. ഞാൻ ചെന്ന് പിതാവിലേക്ക് അച്ഛനെ പഠിക്കാൻ വിടണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അമലഗിരി പള്ളി വിചാരിച്ചന് അസുഖമായിട്ട് പോയി. അപ്പോൾ അമലഗിരിയുടെ കീഴിലാണ് ഈ നല്ല തന്നെ അന്നൊരു മിഷൻ സെൻറ്റർ പോലെ ഒത്തിരി മഠങ്ങളും ധ്യാന സെൻറ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അമലഗിരി വികാരിയുടെ സ്ഥാനം കൂടി അച്ഛനേക്കണം. വൊക്കേഷൻ ഡയറക്ടറാണ്, മുറിഞ്ഞവഴി അമലഗിരി വികാരിയാണ്. അപ്പോൾ ഈ സ്ഥാനം കൂടെ ഏക്കണം, നല്ല തന്നെ ചാപ്പളയിനായിട്ടും കൂടെ അവിടെ മഠങ്ങളുള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞു ഒരു ആശീർവാദം കൂടെ തരാൻ പറഞ്ഞാൽ മുട്ട തന്നിട്ട് ബ്ലെസ്സിങ്ങും മേടിച്ച് പേരിനോട് മേടിച്ച് ഞാൻ കയ്യിലിഞ്ഞ് കൊണ്ടുപോകും. അത് ഏതാണ്ട് 6 കൊല്ലം അങ്ങനെ പോയി. ഒരു ഈ 4 സ്ഥലത്തും മഠങ്ങളുണ്ടേ. അപ്പം ഞാൻ എന്നും അവിടെ കുർബാന ചെല്ലണം. എന്നും ഞാൻ രൂപതയുടെ പിന്നെ അങ്ങനെ ആമക്കൽമേട് മുതൽ ഇങ്ങേറ്റം ആനിക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ പോകണം പിള്ളേരെ ദൈവവിളിക്ക് വേണ്ടി കാണാൻ. അങ്ങനെ പെരുവന്താനത്ത് പോയപ്പോൾ കിട്ടിയ ആളാണ് വാണിയപ്പുരയ്ക്കൽ സണ്ണിപ്പിതാവ്. അപ്പം ഞാനീ പോകുന്നത് എനിക്കൊരു സൈക്കിൾ പോലും ഇല്ല. ഞാൻ മുഴുവൻ ബസ്സിനാണ് പോയിക്കൊണ്ട് നടന്നും ബസ്സിനും ചിലത്തൊക്കെ ഓട്ടോ പിടിക്കും. അപ്പം പിതാവ് വേറെ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു, ഇപ്പം രൂപത ഉണ്ടായേ ഉള്ളൂ, രൂപതയ്ക്ക് പൈസയൊന്നുമില്ല, ഇങ്ങേർക്ക് പിരിക്കാനറിയാം, അതുകൊണ്ട് ഇങ്ങനെ ഈ പിന്നെ ഒരു രസീത് ബുക്ക് അടിച്ചിട്ട് 50 100 ഒക്കെ മേടിക്കുക, വൊക്കേഷൻ ജിയോയുടെ പ്രവർത്തനം ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ തിരിച്ച് അതിനിടയ്ക്ക് മുറിഞ്ഞവഴി അമലഗിരിയും 2 പള്ളി പണിയാണ്. മുറിഞ്ഞവഴിയാണ് ഈ ടോയ്ലറ്റ് റൂം പോലും ഇല്ല. ഒരു കുഞ്ഞ് ചാപ്പൽ പോലെ പള്ളിയുണ്ട് ആ വഴി സൈഡിൽ, അങ്ങോട്ട് കയറിപ്പോകാൻ പോലും ഒരു വഴിയില്ല. അപ്പോൾ അതും എനിക്കൊരു പ്രശ്നമാണ്. താമസിക്കുന്ന പീരുമേട് പള്ളിയിൽ മുറിഞ്ഞവഴി പള്ളി കുർബാന ചെല്ലണം, മഠമുള്ളതുകൊണ്ട് അവിടെയും ചെല്ലണം. മഠം ഞാൻ സ്ഥാപിച്ചതാണ്, കഴിഞ്ഞ മഠമുണ്ട്, അമലഗിരി മഠമുണ്ട്. അപ്പം നല്ല തന്നെ മുഴുവൻ മഠമാണ്. അപ്പോൾ ഇവിടെ എല്ലാം കുർബാനയെല്ലാം ഓടി നടന്നു. ദിവസം ഒരു 4 കുർബാന ഒരു വണ്ടി ഇല്ലാതെ പീരുമേട് മഠത്തിൽ, ചിലപ്പോൾ അറക്കലച്ചനില്ലെന്നൊരു പോത്തുവാറ മഠത്തിൽ ചെല്ലണം, കുട്ടിക്കാനം മഠത്തിൽ ചെല്ലണം. 5 കുർബാന വരെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് ഒരു ദിവസം. കണ്ടവാനം. കാരണം ഞായറാഴ്ചയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ല. ഞായറാഴ്ച രാവിലെ പീരുമേട്ടിൽ നിന്ന് 7 കുർബാന മുറിഞ്ഞവഴി ചൊല്ലിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ബസ്സിൽ കയറി അമലഗിരി താഴെ ഇറങ്ങി ഒരു 15 മിനിറ്റ് നടന്ന് മണ്ടേ കയറണം. എന്നിട്ട് അവിടെ കുമ്പസാരിച്ച് കുർബാനയും ചൊല്ലി വേദപാഠം കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് 2 ഇവിടെ വേദപാഠം തുടങ്ങി മുറിഞ്ഞവഴി തുടങ്ങിയിട്ട് 3-4 ആകുമ്പോഴത്തേന് വേദപാഠം തീർന്ന് അവിടെ 4 മണിക്ക് കുർബാനയും ചൊല്ലി വെച്ച് നല്ലത് എനിക്ക് 4 കിലോമീറ്റർ നടക്കണം, 5 കിലോമീറ്റർ. അവിടെ പോയി മഴയാണെന്നിരി നനഞ്ഞ് കുതിരും. ഓട്ടോ ഒന്നും പിടിച്ച് പോകാൻ പറ്റിയില്ല, വഴിയൊന്നും ടാറിങ്ങുമില്ല, നെറ്റലിങ്ങുമില്ല, ഒന്നുമില്ല. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് അറക്കലച്ചനെ ഒരു അടച്ചു കിട്ടി ജീപ്പുണ്ട്, അതുകൊണ്ട് പുള്ളി അവിടെ വരും എന്നെ ഇങ്ങോട്ട് തിരിച്ച് നടത്താതിരിക്കുക. അത് കൊണ്ടുവന്നിട്ട് പോത്തുകാറ് ചെന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഭക്ഷണം കഴിക്കാൻ നേരമില്ല. കാരണം വന്നാൽ ഉടനെ ഈ 3-4 കുർബാന 3-4 സ്ഥലത്തിയാൽ അവിടെ ചെന്ന് കഴിച്ചാൽ അങ്ങനെ ഈ അസിഡിറ്റി പിടിച്ചൊരു ബുധനാഴ്ച രാവിലെ ഛർദി അങ്ങ് തുടങ്ങി. ഈ അസിഡിറ്റി കയറി. ഞാൻ പാളയംകോടൻ പുഴ ചുടനാരങ്ങ വെള്ളമായിരുന്നു എൻ്റെ ഭക്ഷണം മെയിനായിട്ട്. കാരണം നാടക്കടയുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഇതുകൂടെ ആയപ്പോഴത്തേന് ഞാൻ ആവശ്യം, എന്നാലും ഞാൻ പോയില്ല. ഇപ്പോഴെല്ലാം കൊന്തയുടെ ബലം പരിശുദ്ധരുടെ മുന്നേ പോയി ഞാൻ പറയും, നീ തന്ന ഈ പള്ളിയെല്ലാം നോക്കണേൽ എന്നെ കൊണ്ട് തന്നെ പറ്റുകയില്ല, നിൻ്റെ കരുണയുണ്ടാണ്. ഞാൻ ബലിപീഠത്തിലൊക്കെ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം അതിൻ്റെ ശക്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധരുടെ മുമ്പിൽ സെക്രട്ടറിയുടെ മുന്നിൽ നമ്മൾ കവിഴ്ന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളെ വിളിച്ചവനല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിലൂടെ കിട്ടുക. പിന്നെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഞാൻ എന്ത് ജപമാല, എനിക്ക് എൻ്റെ പട്ടത്തിൻ്റെ അവസരത്തിൽ എൻ്റെ റെക്ടറായിരുന്ന തണ്ടിക്കോട്ട് പിതാവ് എന്നെ സെമിനാരിയിലെ പുള്ളി അവിടെ ഫസ്റ്റ് ഇയർ ബ്രദർ ഫ്രീപെറ്റാക്കിയായിരുന്നു തണ്ടിക്കോട്ട് പിതാവ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്. അപ്പം എന്നിട്ട് ബോസ്കോ പിതാവായിരുന്നു എൻ്റെ ഫാദർ ഫേവററ്റ്. ഫസ്റ്റ് ഇയർ തിയോളജിനെ നോക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരെ വെച്ചിരുന്നത്. അപ്പോൾ തണ്ണിക്കോട്ട് പിതാവിന് എഴുന്നിട്ട് തണ്ണിക്കോട്ട് പിതാവ് ഒരു കൊന്ത തന്നു, ഒരു മഞ്ഞ നിറമുള്ള കല്ല് കൊന്ത. അത് റോമിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ കൊന്തം ചൊല്ലിക്കൊണ്ട് പോയി. ഈ പറഞ്ഞാൽ ഉറക്കം വന്ന് കൊന്ത താഴെ പോയി, ഇതുവരെ കിട്ടിയിട്ടില്ല. ബസ്സിൽ പോയി. റോമിലെ കൊന്ത ആയതുകൊണ്ട് എനിക്ക് അറ്റാച്ചുണ്ട്. അത് തന്നെയല്ല, റെക്ടറായിരുന്നു തണ്ണിക്കോട്ട് പിതാവ് തന്നു എന്നുള്ള. പുള്ളി മരിച്ചു പോയി പിന്നെ. അപ്പോൾ ഇതൊക്കെ ഞാൻ അന്നേരം ഓർക്കാം. ഈ പിതാക്കന്മാരൊക്കെ ഇത് തന്നിട്ട് പറയും, വിട്ടേക്കരുത്, മാതാവിനെ ഒരിക്കലും വിട്ടേക്കരുത്. അപ്പം ഇവരുടെ അനുഭവം പറഞ്ഞു എന്നോട്. ചിലപ്പം പറയും അച്ഛൻ കൊന്തയിലേക്ക് അർത്ഥമുണ്ട്, അത് ചെല്ലാം ഇങ്ങനെ പറയും. ഇപ്പം ഈ പള്ളികളിൽ ചെന്നപ്പം 2 സ്ഥലത്ത് പള്ളി പണിയാണ്. അമലഗിരിയും മുറിഞ്ഞവഴും പള്ളിയും പള്ളിമുറിയും വേണം. അമലഗിരിയിലെ മഠം പണിയണം.
മഠം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരേ നമ്മളെ ഈ ഓടുന്ന എങ്ങനെയാണ്, പൈസ ഉണ്ടാക്കണ്ടേ. തടിയൊക്കെ പിന്നെ ഞാൻ അവിടുന്ന് ഓരോരുത്തരുടെ ഉള്ളവരോടൊക്കെ മേടിച്ചിട്ട് ആ മലയുടെ അടിവശത്ത് നിന്ന് ചുമക്കുകയായിരുന്നു അമലഗിരി മണ്ടയ്ക്ക്. ഏതാണ്ട് 1 മൈലുണ്ട് ആ കയറ്റം കയറി അങ്ങ് മണ്ടേ ചെരണേൽ. അപ്പം അതെല്ലാം കിട്ടി. അങ്ങനെ അമലഗിരി പള്ളി പണിതു, പിന്നെ മുറിഞ്ഞപുഴ പള്ളി പണിതു, അമലഗിരി പഴയ പള്ളി ഒരു കുറച്ച് പുതിയത് പണിതു. അത്രയും ചെയ്തു. അത് ഇതെല്ലാം ഞാൻ ശരിക്കും നിങ്ങൾ അവിടെ വെച്ച് നോക്കിയാൽ മനസ്സിലാകും. ഏതെങ്കിലും മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് തുടങ്ങിയിരിക്കുന്നത്. ആദ്യമേ പണിയിച്ചത് മുറിഞ്ഞപുഴയിലെ കുരിശടിയാണ്, ഗീവർഗീസിൻ്റെ ആ വലിയ രൂപം ഇരിക്കുന്നത്. അത് ഓഗസ്റ്റ് 15 കല്ലിട്ടു. ഫെബ്രുവരി 11 ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം വെഞ്ചരിച്ചു. അങ്ങനെയാണ് എല്ലാം. എരുമേലി പള്ളി പണിതിരിക്കുന്നത് 90 ഡിസംബർ 8 കല്ലിട്ടു, 91 ഡിസംബർ 8 കൂദാശ ചെയ്തു. അതുപോലെ അമലഗിരി പള്ളി സെപ്റ്റംബർ 8 കല്ലിട്ടു. വെഞ്ചരിച്ചത് മെയ് 15 കതിരുകളുടെ മാതാവിൻ്റെ തിരുനാൾ ദിവസം വെഞ്ചരിച്ചു. മുറിഞ്ഞുവഴി അങ്ങനെ തന്നെയാണ്. മാതാവിൻ്റെ ഓഗസ്റ്റ് 15 കല്ലിട്ടു, മെയ് 15 വെഞ്ചരിച്ചു. മാതാവിൻ്റെ തിരുനാൾ ദിവസം മാത്രമേ ഞാൻ ചെല്ലൂ. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഇടവേളയിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പൊരു ജപമാല എല്ലാവേ നല്ലത്. കുർബാന കഴിഞ്ഞ് എന്ന് പറഞ്ഞ ഒരു നിസ്സഹായ മാതാവിനുള്ള ഗാനം ആലപിക്കണം എല്ലാത് കുർബാന കഴിയുമ്പോഴും. അത് ചെല്ലും. അത് ഇപ്പോഴും ചില പള്ളികളിൽ ഞാൻ തുടങ്ങിയത് നിർത്തിയിട്ടില്ല. ഇപ്പോഴും പല സമയത്തും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അത് എത്ര ചെല്ലിയാലും അതിനെ കൂടുതലാകുകയെന്ന് പറയും. അപ്പം നമ്മൾ അതിനകത്തൊരു പ്രാധാന്യം നമ്മൾ കാണണം. ഈ ജപമാല നമ്മളെ ഇതെല്ലാം ഈ മാതാവിൻ്റെ ദിവസം തുടങ്ങാനും കാരണം ഇത് തന്നെയാണ്. മാതാവ് പൂർത്തിയാക്കും. ഞാൻ പറയും, അല്ലേ നാണക്കേട് എനിക്കല്ല, അമ്മയ്ക്കാണ് നാണക്കേട് വരുന്നത് ഞാൻ പറയും. ചുമ്മാ തമാശന് ഞാൻ പറയും. ആ മാതാവിൻ്റെ തിരുനാൾ ദിവസം കല്ലിട്ടു, അപ്പോൾ പൂർത്തീകരിക്കേണ്ട ചുമതല മാതാവിനാണെന്ന് പറയും. അപ്പം അതും ഒരു പ്രേരണയായി കൊന്ത ചെല്ലിക്ക. പിന്നെ വൈകിട്ടാണെന്നില്ല ഞാൻ പള്ളികളിൽ ഉണ്ടെന്ന രീതിയിൽ അവിടെ കൊന്ത ചെല്ലും. കൊന്ത ചെല്ലിക്കാതെ ഞാൻ ഏത് സിഎംഇ ഒന്നും പിന്നെ അവരുടെ ചീട്ടുകളിൽ നിന്ന് ഞാൻ സമ്മതിക്കില്ല. അല്ലെ ഞാൻ അടച്ചു പൂട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവരുടെ പ്രസ്ഥാനം ഞാൻ അടച്ചു പൂട്ടിച്ചിട്ടുണ്ട്. പിന്നെ അവർ കരഞ്ഞിട്ട് വരും, പിന്നെ തുറന്നു കൊടുക്കും, പിന്നെയും പുറകോട്ട് പോകും, പിന്നെയും പിടിക്കും. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. ഞാൻ പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു ദൂത് പറയാനുള്ള സമയമായി. അച്ഛൻ്റെ വലിയ അലച്ചിലുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പീരുമേട് പള്ളി, അതേപോലെ മുറിഞ്ഞുപുഴ, അതേപോലെ തന്നെ നല്ല തണ്ണി, അമലഗിരി, ഇവിടെയുള്ള മഠങ്ങളിൽ കുർബാന ചെല്ലാനായിട്ട് 4, 5, 6 പ്രാവശ്യമൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട കാര്യം, ഒക്കേഷന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിക്കേണ്ട അധ്വാനങ്ങൾ, അതേപോലെ തന്നെ ഇവിടങ്ങളിലെല്ലാം പള്ളി പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇവിടെ എല്ലാം അച്ഛന് താങ്ങും തണലുമായിട്ട് നിന്നത് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായിട്ടുള്ള ഭക്തി, പ്രാർത്ഥന, ബന്ധം ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് വൈദികർക്ക്, നവവൈദികർക്ക് വലിയ ഒരു അനുഭവ പാഠമാണ് അച്ഛൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കുടുംബങ്ങൾക്ക് മാതാവിനോടുള്ള ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ എന്തുമാത്രം ആ കുടുംബത്തെ, അതേപോലെ സമൂഹത്തെ പ്രകാശമാനമാക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ ഇതിനിടയിൽ തീർച്ചയായിട്ടും പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് അച്ഛ. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അച്ഛനെ തുടരാം. ഇപ്പം വൈദിക ജീവിതത്തിൻ്റെ ആദ്യത്തെ അത്ഭുതം കൊച്ചച്ഛനായിരുന്നപ്പോൾ തന്നെ, അത് ഞാൻ വിട്ടുപോയി. അതിനിടയ്ക്കൊന്ന് അത് ആനക്കല്ലി കൊച്ചച്ഛനായിരുന്നപ്പം ഞാൻ എല്ലാ സ്കൂളിലും പോവും. അപ്പോൾ ഒരു തവണ പീരുമേട് ഗവൺമെൻറ് സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ പെരുവന്താനം സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ വന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ച സാറ് തന്നെ അവിടുത്തെ ഹെഡ് മാസ്റ്റർ. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പിള്ളേരെ എല്ലാം വിളിച്ച് ദൈവവിളിയെ പറ്റി കണ്ടു, സംസാരിച്ചു. കുറേ പേരൊക്കെ ഫാറം പൂരിപ്പിച്ചാലും പിന്നെ അവരുമായിട്ട് ഞാൻ ലെറ്റർ എഴുതും. പിന്നെ അവർക്ക് ചെല്ലുമ്പോൾ പടം കൊടുക്കുകയോ ഒരു മെഡൽ കൊടുക്കുകയോ ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അതൊക്കെ വാണിയപ്പുര പിതാവ് പറയും. കാരണം ആദ്യമേ ഒരു കെട്ട് ജീവിതത്തിൽ കിട്ടിയത് എൻ്റെ കത്താണെന്ന് വാണിയപ്പുരയ്ക്ക് പിതാവ്. അപ്പം അവിടെ ചെന്നാൽ അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ എന്നോട് സാറ് പറഞ്ഞേ, അച്ഛൻ പള്ളിയുടെ മുറ്റത്തോടെയല്ലേ അങ്ങോട്ട് പോകുന്നത്, ഞാൻ പുറകെ വന്നേക്കാം, നമുക്ക് ഒന്നിച്ചൊരു ബസ്സിന് പോകാമെന്ന്. എന്നെ പഠിപ്പിച്ച കെ.എസ്. ഫിലിപ്പസ് സാറ് കുഴിക്കാട്ട് അനിക്കാട്ട് ഇടവക്കാരന്. അപ്പം ഞാനിങ്ങനെ വന്നു. പിന്നെ പള്ളി കയറി വിചാരിച്ചനുമായിട്ട് ഇച്ചിരി വർത്താനം പറഞ്ഞു. എന്താ വെച്ചാൽ വിചാരിച്ചെന്ന് ഞാൻ പള്ളിയിലോട്ട് കയറി. പള്ളി കയറി വെച്ച് നേരെ വഴിയിലോട്ട് പോയി. കയറി ഉടനെ കൈ കൊട്ടി പുള്ളി പുറകോട്ട് വിളിച്ച് വയലിംഗലച്ഛനെ കൈ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ വെച്ചാൽ വണ്ടി പോവുമല്ലോ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് പുള്ളി. അങ്ങനെ ഞാൻ പള്ളിമുറി ചെന്നു പറഞ്ഞു, ഓണാവധിക്ക് ഇവിടുത്തെ പിന്നെ വാർഷികതേനെ ഞങ്ങൾക്ക് നടത്തി തരണം. അത് ഞാൻ സമ്മതിക്കാം, ഏത് ഡേറ്റാണെന്ന് ഫിക്സ് ചെയ്തേച്ച് പോകണം, അല്ലെ ഞാൻ കിട്ടുകയില്ല.
അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛാ നോക്കാം. നോക്കിയപ്പോൾ ഞാൻ ഒരു ദിവസം ഫ്രീയാണ്. ഉവ്വ. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഉള്ള വർത്താനം പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേന് വണ്ടി പോയി. ആ വണ്ടി പോകുന്ന ഞാൻ കണ്ടു ഉവ്വ, ഉവ്വ. അത്രയും നേരം കൊണ്ട്. ഉം. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ഞാൻ നിരാശ തോന്നി അല്ലേ ഞാൻ വണ്ടി തോന്നി പോയത്? ഇത് വെച്ചിട്ട് ആ സാറ് എന്നെ കൂടാതെ ഈ വണ്ടിയിൽ ചെന്ന് കയറി നേരെ സ്കൂളിൻ്റെ പൊക്കത്തിലോട്ട് കയറിയാലും കയറി എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ സാറ് ഉവ്വ. വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ സാറിൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്ന് പോയിരുന്നു. അച്ഛൻ വിചാരിച്ചനെ കണ്ടു വന്നായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് അത് വിട്ടുപോയി. അത് ആ മുണ്ടക്കയത്ത് വന്നിട്ട് മറിഞ്ഞിട്ട് 17 പേര് മരിച്ചു. ഈ സാർ അപകടത്തിൽപ്പെട്ടു. ആ, അത് സാറ് ശരി. പിന്നെ 1-2 മാസം ആശുപത്രി കിടക്കേണ്ടി രക്ഷപ്പെട്ടു. തലയ്ക്കൊരു മുറിവോ ഏതാണ്ട് കിട്ടി പുള്ളിക്ക്. ഓ. അപ്പം 17 പേര്. ഞാൻ ചെന്നപ്പം പാലച്ചുമ്പോൾ എന്തൊരു ദുരിതമാണെന്നറിയാം. അതായത് ഞാൻ കയറാൻ ചെന്ന വണ്ടിയാണ് ഈ പോയത്. ആ താഴത്തെ ആ 35 MMD ഹോസ്പിറ്റൽ അറിയാമോ? അങ്ങോട്ട് ആ സ്ഥലത്താണ് മറിഞ്ഞത്. അതിൻ്റെ താഴോട്ട് അതിനകത്തോട്ട്. അതുകൊണ്ട് എത്രയും പേര് മരിച്ചുപോയി. വലിയ തൂക്കനെയുള്ള സ്ഥലമല്ലേ. അപ്പോൾ എനിക്കതൊരു വലിയ പിന്നെ അത് വികാരിച്ചനിലൂടെ കർത്താവിന്റെ ഒരു പിൻവിളിയായിരുന്നു അല്ല അല്ലേ? അപകടത്തിൽ നിന്ന്. അവിടുത്തെ വിചാരിച്ചലിലൂടെ. അപ്പം നമുക്കറിയാതെ തന്നെ നമ്മളെ അവിടുന്ന് രക്ഷപ്പെടുത്തിയില്ലേ. അതെ, അതെ. അല്ലേ എൻ്റെ പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ ആ സാറ് വരാൻ വേണ്ടി നോക്കി നിന്നാലും ഞാൻ പിന്നെ സാറ് പോയി അപകടത്തിൽപ്പെട്ടു. അതെ, വിളിച്ച് സാറിന് എന്നെ കൊണ്ടുപോകാനും പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പം നമ്മൾ ഈ സങ്കീർത്തനം 91 സങ്കീർത്തനം പറയുന്നുണ്ട്. എന്നെ വിളിച്ച് ഞാൻ അവൻ്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. രക്ഷിക്കുവാനുള്ള എൻ്റെ കഴിവ് അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ദീർഘായുസ് നൽകി നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇത് ചെല്ലുമ്പോൾ നമുക്ക് രോമാഞ്ചം കൊള്ളും. കാരണം നമ്മൾ തലേദിവസത്തെ അപകടം എന്നാ ഭയങ്കര അപകടം. അപ്പം അത് ഇത് കഴിഞ്ഞ് ഇനി പോരാനുള്ള ധൃതി എന്നാണെന്ന് ചോദിച്ചാൽ ഒരുത്തൻ കൈക്കാരൻ പറഞ്ഞു അച്ഛൻ നേരത്തെ വരണം പോയച്ച് താമസിക്കരുത് ഒരു വീട്ടിൽ വരെ പോകണമെന്ന്. അവനെയാണ്ട് കൊച്ചിൻ്റെ പായസം വെച്ചതാണ് ജന്മദിനത്തിന്. അപ്പം എന്നാ കാര്യമൊന്നും അവൻ പറഞ്ഞുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഓടി ധൃതി വെച്ചല്ലേ സാവധാനം പോന്നാൽ മതി. വന്നപ്പോൾ അത് ഇതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ആ അപകടത്തിൽ നിന്ന് ഞാനും ആ 17 പേരിൽ ഒരാളാം മേഘാരാജ്. തീർച്ചയായിട്ടും. നമുക്കറിയത്തില്ലല്ലോ. അത് അങ്ങനെ ഒരു രക്ഷപ്പെടൽ. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു രക്ഷപ്പെടലൂടെ ഉണ്ടായി. ഞാൻ പിന്നെ ഈ മുറിഞ്ഞപുഴ മെയ് 11 കുരിശടി വെഞ്ചരിപ്പാണ്. അപ്പോൾ എൻ്റെ കാല് ചെരുപ്പിട്ട് പൊട്ടി. ഞാൻ എന്ന് വിടുന്ന ചെരുപ്പാണ്, പക്ഷേ പാദം പൊട്ടി. ശരി. പൊട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് പള്ളിമുറിയില്ല അവിടെ. ഈ കുരിശടി ഭൗത്യപിതാവ് ഒന്ന് വെഞ്ചരിക്കും. ഞാൻ അതും ഇങ്ങനെ നിന്നപ്പം കൊണ്ടോടി ഒരു ബസ് വരാനുണ്ട്. എൻ്റെ കാല് പൊട്ടിക്കൊണ്ട് എനിക്ക് തോന്നി പിരിമേടിന് പോയേക്കാം, പള്ളിമുറി ചെന്ന് കിടക്കാവില്ല അച്ഛനെ. അപ്പോൾ എന്നോട് ആരാണ്ട് ഒന്ന് പറഞ്ഞു, അച്ഛനെ അന്വേഷിച്ച് അച്ഛൻ്റെ വികാരിയച്ഛൻ കാഞ്ഞിരത്തിനാലച്ഛനും ഇല്ലിക്കലച്ഛനെ മാമോദീസ മുഖ്യ അച്ഛനുമാണ്. അവർ രണ്ടുപേരും പോത്തുവാറ വന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ബസ്സേ കൊണ്ടോടി ബസ്സേ കയറിയുണ്ട്. ചേറ്റുകുഴി കൊണ്ടോടി ബസ്സാണ്. അതേ കയറിയുണ്ട്. കണ്ടക്ടർ എഴുതി 60 പൈസ ടിക്കറ്റാണ് പീരുമേട്. അതെഴുതി കൈ തന്നു. ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് 60 വേണ്ട, 40 മതി, എനിക്ക് കുട്ടിക്കാനത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞ വലിയച്ഛന്മാരെ നമ്മൾ കാണണ്ടേ, എൻ്റെ ഇതിന് സംബന്ധിക്കാൻ വേണ്ടി അവർ വന്നതാണ്. ഞാനുടനെ അവിടെ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് പെട്ടെന്ന് ഞാൻ പോത്തുപാറ ചെന്ന് അറക്കല്ലച്ഛൻ്റെ അവിടെ ചെന്ന് അച്ഛന്മാരൊക്കെ ഉണ്ട്, വർത്താനമൊക്കെ പറഞ്ഞു. അന്നേരം പെട്ടെന്നൊരു ഫോൺ വിളി അറക്കല്ലച്ഛന്. കൊണ്ടോടി ബസ് മറിഞ്ഞു, എന്തൊക്കെയാണ് മരിയൻ കോളേജിൻ്റെ അങ്ങോട്ട് ഇടത്തോട്ട് മാറി ആ കവല കഴിഞ്ഞോട്ടോ 100 അടി താഴ്ച മറ്റോ ഉണ്ട് അവിടെ. അതിനകത്തോട്ടായി ബസ് പോയത്. അപ്പം ഞാൻ ഈ ബസ്സിൽ കയറിയല്ലേ പോകുന്നത്. അപ്പോൾ മുറിഞ്ഞുപുഴക്കാരെല്ലാം പിറ്റേ ദിവസം വെഞ്ചരിപ്പിൻ്റെ ദിവസമല്ലേ, മാതാവിൻ്റെ തിരുനാൾ 11 അപ്പോൾ ഇവർ ഓടി എല്ലാം കൂടെ മുറിഞ്ഞുപുഴക്കാർ നിന്നവർ മുഴുവൻ വണ്ടിയെ കണ്ടതെല്ലാം കയറി പെട്ടെന്ന് അവരവിടെ. ഞങ്ങളുടെ അച്ഛൻ ഇതിനകത്ത് ഇപ്പം അലക്സാണ്ടർ ബി മാത്യു എന്ന് പറഞ്ഞ ആളാണ്, CI പീരുമേട് CI. ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും കാണി മർദ്ദാനമൊക്കെ പറയുന്ന ആളാണ്. അപ്പം അച്ഛനുണ്ടോയെന്ന് ചോദിച്ചു പുള്ളിനെ പോയിട്ട് പെട്രോൾ മായ്സൊക്കെ കത്തിച്ച് ആൾക്കാരുമായിട്ട് ഇറങ്ങി ഇതിനകത്തോട് ഇറങ്ങി ചെന്ന് വെച്ചാൽ ഇതിനകത്ത് അച്ഛന്മാരാരും ഇല്ലെന്ന് പറഞ്ഞു. അന്നേരത്തേന് പിന്നെ ഫോൺ മുഖേന വിവരം പറഞ്ഞ് പിന്നെ അറക്കൽ പിതാവ് ഓടി വന്നു. ഒരു എവിടെ അപകടം സംഭവിച്ചാലും പുള്ളി ആ ഓടി സ്ഥലത്ത് പോവും. അന്നേരം പുള്ളി വണ്ടി എടുത്ത് പോകാമെന്ന് പുള്ളി വന്ന് പറഞ്ഞ് അച്ഛനിവിടെ സുഖമായിട്ട് പോത്തുവാറ ഇരിപ്പുണ്ട്. അന്നേരം ആൾക്കാർ വിചാരിക്കും അച്ഛൻ പെരുവീടിന് പോകാമെന്ന് പറഞ്ഞ് പോയതല്ലേ, പിന്നെ എങ്ങനെയാണ് പോത്തുവാറ. എൻ്റെ കാല് ചെരുപ്പിട്ട് പൊട്ടിയതും കാരണം അച്ഛന്മാർ 2 പേരും അവിടെ ഉണ്ട്. ഞാൻ ചെന്നിന് മരുന്നൊക്കെ ഉപയോഗിച്ച നേരത്താണിത്. അപ്പം ഞാൻ ഈ വണ്ടിയെ കയറിയപ്പം അട്ടപ്പുള്ള ഇടവക്കാരൻ പുത്തമ്പരിക്കൽ തോമാച്ച, ഞാൻ ആദ്യമേ ഇരുന്ന ഇടവക്കാരനായ LLU കൊടുക്കും പയ്യനാണ്. അവൻ എൻ്റെ അടുത്ത് നിന്ന് കുമ്പസാരിക്കുള്ളായിരുന്നു ഈ 3 മാസത്തിനിടയ്ക്ക്. അവൻ കയറിയപ്പോൾ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഉടനെ അവന് എന്നോട് പറഞ്ഞു അച്ഛൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു.
ഞാൻ പറഞ്ഞു, നീ ഇരുന്നതല്ലേ, നിനക്ക് കോമളിക്ക് പോകണ്ടേ, എനിക്ക് ഇവിടം വരെ ഇല്ല. വേണ്ട, അച്ഛൻ ഇരിക്കണമെന്ന് എന്നെ പിടിച്ചവിടെ ഇരുത്തി. ഞാനവിടെ ഇരുന്നു. എന്നിട്ടാണ് ഞാൻ പിന്നെ കുട്ടിക്കാനത്ത് വന്ന് ഇറങ്ങിയത്. എന്നോട് അവൻ തോമാസിനെ പിരിച്ച് വീട്ടിൽ ഞാൻ പിടിച്ചവിടെ ഇരുത്തി. ഈ വണ്ടി മറിഞ്ഞ് 7 പേര് മരിച്ചതിൽ അവൻ മരിച്ചുപോയി. എനിക്ക് സീറ്റ് തന്നെ ആ പയ്യൻ. ഞാൻ ആ സീറ്റിലാണ് ഇരുന്നത്. ഞാനും പിരിവേണ്ടി പോയിരുന്നതിൽ പിന്നെ അത് തന്നെ. അയ്യോ, അതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. കാരണം അവൻ എന്നെ എഴുന്നേപ്പിച്ചിരുത്തി പിന്നെയും പിടിച്ച് ഞാൻ അവനെ ഇരുത്തിയേച്ച് പോയച്ചത്. അവനൊന്നും ദിവസം വെച്ചില്ല. ഇതെല്ലാം ഞാൻ പറയും. ഇപ്പോൾ ഞാൻ ഒരു തന്നെ പറഞ്ഞിരുമെങ്കില്ലാതെ ചെറിയ യാത്രയാണ് ഒരു തന്നെ വണ്ടിയിൽ കയറുമ്പോഴേ ഇല്ല. കാരണം പല അപകടങ്ങൾ ഇങ്ങനെ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഒരു മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു മാതാവിൻ്റെ അത്രയേ ഉള്ളൂ. അല്ല പിന്നെ എങ്ങനെയാ ഈ യാത്ര പോകുമ്പോഴും വരുമ്പോഴും ഓരോ ദിവസം രാവിലെ കണ്ണു തുറക്കും. ഈശോറിയസ് പങ്ങാട്ട് തിറക്കലിൽ കണ്ണുകൾ ഞാൻ തുറക്കുന്നു. എന്നെ കാക്കുന്ന മാതാവെ, എൻ്റെ ആത്മശരീരങ്ങളെ പരിശുദ്ധം കാത്തു സൂക്ഷിക്കുകയും അപകടങ്ങൾ രക്ഷിക്കുകയും ചെയ്യണം. അത് നമ്മൾ ദിവസം ചെയ്യില്ല. അത് ചെറുപ്പത്തിൽ വല്യമ്മച്ചി അമ്മയും കൂടെ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ് ഇതൊക്കെ. നെറ്റിയെ കുരിശ് വരപ്പിച്ച് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആരാണ്ട് പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? എൻ്റെ അമ്മ ഈശോറിയസപ്പ അങ്ങയുടെ സങ്കേതത്തിൻ്റെ കണ്ണുകളെ ഞാൻ തുറക്കുന്നു. എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ, എല്ലാവിധ അപകട സംരക്ഷിക്കുകയും പെട്ടെന്നുള്ള മരണത്തെ രക്ഷിക്കണമെന്നും കൂടെ പറയാം നമുക്ക്. വിനയം വേണ്ടതിനും ചെല്ലാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ കാക്കുന്ന മാലാഖായ ദൈവകൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം കാത്തു സൂക്ഷിക്കണം. നിന്റെ കുരിശ് വരച്ച് ചെല്ലണ്ട. അന്ന് ഞങ്ങളെ കുരിശ് വരച്ച് സ്തോമാനസ്ലീഹായുടെ അടയാളത്താളെ ഞങ്ങളുടെ ശത്രുക്കളെ രക്ഷിക്കുക. ഞങ്ങൾ തമ്പുരാനോട് മാവായിക്കും പുത്രനും പ്രഭാത കുരിശായിരിക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് അന്ന് പഠിപ്പിച്ച്. ഇപ്പം അത് മാറി. ഞാനിത് പറയും, ഇതെന്ന് പറഞ്ഞൊരു നിസ്സാമാതാവിനോട് പ്രാർത്ഥിക്കുക. ഇടവ് പുരോഗമിക്കണേ, അതേ മാർഗമുള്ളൂ. അല്ല പണമൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും പുരോഗമിക്കാൻ പോകുന്നു. പിന്നെ നിങ്ങൾ മുഴുവൻ കഠിനാധ്വാനം ചെയ്യണം. ആ പള്ളിക്ക്, ഓലഗിരി പള്ളിക്ക് മുഴുവൻ മെറ്റലും ഇടവക്കാരടിച്ചതാണ്. ഒറ്റ മെറ്റൽ പോലും ഒരു പണിക്കാരെ കൊണ്ടടി. ഞാൻ ആദ്യമേ അടിച്ച് കാണിച്ചു കൊടുത്തു. അപ്പം അതനുസരിച്ച് അവർ മെറ്റലടിച്ചു. ആവശ്യത്തിൽ കൂടുതൽ മെറ്റലുണ്ടാവുകയും ചെയ്തു. കല്ല് ചുമപ്പിച്ച് ഞാനും കൂടി ചുമന്നിട്ടുണ്ട്. അതല്ലാതെ പറ്റിയല്ല. ഈ പണിതീർത്തെല്ലാം ഞാൻ ഈ ഇത് മഞ്ഞ ലോകയിട്ട്. അപ്പോൾ ഒരു തവണ മണർകാട് പാപ്പഞ്ചേട്ടനല്ലേ വന്ന് പണി നിർത്തിയായി. അച്ഛൻ എന്നത് ഈ കാണിക്കുന്നത്, അച്ഛന്മാർ ഈ ലോകയിട്ട് മണ്ണും പറ്റി പിന്നെ ഇതെന്നെ പണിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കുരിശൊരു പണിയാണ്. ഇവിടെ ആരുടെ രൂപ വെക്കുന്നത്? ഞാൻ പറഞ്ഞു ഗീവർഗീസിൻ്റെ ആണെന്ന്. ആ അച്ഛന് വെക്കാവുന്ന അത്രയും വലിയ രൂപം വെപ്പിച്ച് എൻ്റെ പൈസ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 25,000 രൂപ പുള്ളി തന്നു ആ കാലഘട്ടത്തിൽ. മണർകാട് പാപ്പൻ ചേട്ടൻ അതാണ് പുള്ളി. അതേ എഴുതി വെച്ചിട്ടുണ്ട്. മണർകാട് മൈക്കിളിന് അവിടെ ആ രൂപത്തിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു കുതിരയുടെ ഫുൾ ഇതും ഗീവർഗീസിൻ്റെ അതും കൂടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഓരോ വശത്തോട് വരുന്നുണ്ട്. നമ്മൾ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ കുറേ അമ്മച്ചിമാർ മുറിഞ്ഞവഴി അമലേരിയിലും ഈ കുർബാനയ്ക്ക് വന്ന് കൊന്തയോടെ ചെല്ലുമായിരുന്നു. അപ്പം അത് എന്നിട്ട് പറയും, അച്ഛൻ ഞങ്ങൾക്ക് പൈസ ഒന്നും തരാനില്ല, അച്ഛൻ ചെന്തിൻ്റെ പിരിക്കാൻ നിവൃത്തിയുള്ളൂ, അത് തരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വീഴ്ച വന്നിട്ടില്ല. 10-30 ലക്ഷം രൂപയുടെ പണി അന്ന് ആ കാലഘട്ടത്തിൽ മുറിഞ്ഞവഴി അമലഗിരി നടത്തിയിട്ടുണ്ട്. 2 പള്ളി, 2 പള്ളിമുറി, ഒരു പാരീഷ് ഹാള്, മറ്റേ നട, പിന്നെ വഴിയിലെ കുരിശടി, ഇതെല്ലാം ആ കാലഘട്ടത്തിലുണ്ടായതാണ്. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് കൈവിടുകയല്ല. എനിക്കത് 100% ഇപ്പോഴും പറയും. ഞാൻ പറയും ഇന്ന് വരെ അത് നിങ്ങൾക്ക് ഇനിയുള്ള ചരിത്രം കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് അല്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഈ 4 പള്ളി കഴിഞ്ഞ് മുറിഞ്ഞപുഴ പള്ളി കൂതാശ ചെയ്തപ്പോൾ പിന്നെ മട്ടക്കുഴി പിതാവ് പള്ളി ബിഷപ്പായിട്ട് വന്നേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ എന്നെ ഒന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഈ മുറിഞ്ഞപള്ളി കൂതാശ കഴിഞ്ഞ് അമലഗിരി ആദ്യമേ കഴിഞ്ഞു, ഇത് കിറ്റും കഴിഞ്ഞു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ സ്ഥലം മാറ്റാൻ പോവുക. ഞാൻ എരുമേലി ഫൊറാന പള്ളി വികാരിയാക്കുക. ഞാൻ ആ പള്ളിയോടെ പണിയിക്കണം. അതിൽ ഞാൻ ചെന്നപ്പോൾ പിതാവ് പറഞ്ഞു ഉടനെ ഒന്നും കയറി വീഴരുത്, ഇങ്ങേർക്ക് അവർക്ക് തീതി കൂടും. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പള്ളി പണിയണം, എരുമേലിക്ക് പറ്റിയ പള്ളിയായിരിക്കണം എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പിതാവ് ഇതൊക്കെ സ്വപ്നം കാണാനേ പറ്റുള്ളൂ, രൂപ ഞാൻ ഉണ്ടാക്കണമെന്ന്.